നമസ്കാരം. ഭാരതത്തിന്റെ സമുദ്രസീമകളിൽ ഇനി ആധിപത്യത്തിന്റെ പുതിയൊരു യുഗം വരികയാണ്. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനി INS അരിധാമൻ ഈ വേനൽക്കാലത്ത് നീറ്റിലിറങ്ങാൻ ഒരുങ്ങുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുവിനെ അടിച്ചമർത്തുന്നവൻ എന്ന വിളിപ്പേരുമായി എത്തുന്ന ഈ കരുത്തൻ നമ്മുടെ സമുദ്ര പ്രതിരോധത്തിന്റെ നട്ടെല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ അതീവ രഹസ്യമായി പൂർത്തിയാക്കിയ ഈ പടക്കപ്പൽ മുൻഗാമികളായ INS അരിഹന്തിനേക്കാളും അരിഘാട്ടിനേക്കാളും വലിപ്പത്തിലും പ്രഹരശേഷിയിലും ഏറെ മുന്നിലാണ്. 7000 ടൺ ഭാരമുള്ള ഈ ഭീമൻ 3500 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള K4 ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ്. അതായത് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരുന്ന് ശത്രുവിന്റെ ഹൃദയഭാഗത്തേക്ക് കൃത്യതയോടെ ആണവാക്രമണം നടത്താൻ ഇന്ത്യക്കിനി നിഷ്പ്രയാസം സാധിക്കുമെന്നതാണ് പറയാനുള്ളത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ്, അതായത് കര, വായു, കടൽ മാർഗമുള്ള ആണവ പ്രഹരശേഷി പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ ഈ മൂന്നാം തരം വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളുടെ കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന അരിധാമൻ ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ സൈനിക കരുത്ത് വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ്. ആഴക്കടലിലെ ഈ നിശബ്ദ വേട്ടക്കാരൻ എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അധികാരം ഇനി നമ്മുടേത് മാത്രമായിരിക്കുമെന്ന യാഥാർത്ഥ്യം കൂടി ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. ഭാരതത്തിന്റെ സമുദ്രസീമകളിൽ അജയ്യമായ ആധിപത്യം ഉറപ്പാക്കാൻ INS അരിധാമൻ എന്ന കരുത്തൻ എത്തുന്നു എന്നത് വലിയ സന്തോഷമുള്ള വാർത്ത തന്നെയാകുന്നത് അവിടെ വെച്ചാണ്. ശത്രു രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഈ ആണവ അന്തർവാഹിനി ഇന്ത്യയുടെ മൂന്നാമത്തെ അരിഹന്ത് ക്ലാസ് SSBN ആയിട്ടാണ് സേവന സജ്ജമാകുന്നത്. വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ അതീവ രഹസ്യമായി നിർമ്മിച്ച ഈ ഭീമൻ മുൻഗാമികളായിട്ടുള്ള INS അരിഹന്തിനേക്കാളും INS അരിഘാട്ടിനേക്കാളും വലുപ്പത്തിലും പ്രഹരശേഷിയിലും ഒരു പിടി മുന്നിലാണ് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ കൂടി അത് പറയാണ്. ഏകദേശം 7000 ടൺ ഭാരമുള്ള അരിധാമൻ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദനായി പതിയിരുന്ന് ശത്രുവിന്റെ ഹൃദയഭാഗത്തേക്ക് കൃത്യതയോടെ ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള K4 ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ പ്രാപ്തവുമാണ്. ഇവിടെയാണ് ഏറെ ശ്രദ്ധേയമായത്. 3500 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ കവചത്തിന് പകരം വെക്കാനില്ലാത്തത് തന്നെയാണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് അഥവാ കരയിൽ നിന്നും വായുവിൽ നിന്നും കടലിൽ നിന്നും ആണവായുധങ്ങൾ തൊടുക്കാനുള്ള ശേഷി പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ അരിധാമന്റെ പങ്ക് ഏറെ നിർണായകമാണ്. എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങളോടെ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ അന്തർവാഹിനി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് പാകിസ്ഥാൻ വെല്ലുവിളികൾക്ക് തക്കതായ മറുപടിയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. ആഗോളതലത്തിൽ തന്നെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഈ സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ആഴക്കടലിലെ ഈ നിശബ്ദ വേട്ടക്കാരൻ എത്തുന്നതോടെ ഭാരതത്തിന്റെ കടൽ തീരങ്ങൾ കൂടുതൽ സുരക്ഷിതമാവുകയും ലോകശക്തികൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യും. ഈ വേനൽക്കാലത്ത് കമ്മീഷൻ ചെയ്യപ്പെടുന്നതോടെ ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ അധ്യായത്തിന് തുടക്കമാകുമെന്ന കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ സമുദ്രസീമകളിൽ അജയ്യമായിട്ടുള്ള ആധിപത്യം ഉറപ്പാക്കാൻ INS അരിധാമൻ വിന്യസിക്കപ്പെടുന്നത് വെറും ഒരു കപ്പൽ പടയുടെ വർധനവ് മാത്രമായിട്ട് കാണരുത്. മറിച്ച് ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങളെ ആകെ അട്ടിമറിക്കുന്ന ഒരു ഗെയിം ചേഞ്ചർ ആണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്നത്. ഇത് അയൽ രാജ്യങ്ങളെയും ശത്രുക്കളെയും ഭയപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇവരെ ഭയക്കണം? ആദ്യത്തേത് ഇതിന്റെ അദൃശ്യമായ പ്രഹരശേഷി തന്നെയാണ് കേട്ടോ. സാധാരണ മുങ്ങിക്കപ്പലുകൾക്ക് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഉപരിതലത്തിൽ വന്ന് ഓക്സിജൻ നിറയ്ക്കേണ്ടതായി വരും. എന്നാൽ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന അരിധാമന് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ തുടരാൻ സാധിക്കും. ഇത് ശത്രുക്കളുടെ റഡാറുകൾക്കോ സാറ്റലൈറ്റുകൾക്കോ കണ്ടെത്താൻ കഴിയാത്ത വിധം സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അദൃശ്യനായി നിലകൊള്ളാൻ സഹായിക്കുകയും ചെയ്യുന്നു. എവിടെയാണെന്ന് കൃത്യമായി അറിയാത്ത ഒരു ശത്രുവിനെ നേരിടുക എന്നത് ഏതൊരു സൈന്യത്തെ സംബന്ധിച്ചും വലിയൊരു പേടി സ്വപ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രഹരശേഷി തന്നെയാണ് കേട്ടോ. ഇന്ത്യയുടെ ആണവ നയം നോ ഫസ്റ്റ് യൂസ് ആണ്. അതായത് ഇന്ത്യ ഒരിക്കലും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ഒരു രാജ്യം ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കരയിലെയും വായുവിലെയും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുപക്ഷെ തകർത്താലും സമുദ്രത്തിനിടയിൽ സുരക്ഷിതമായി ഒളിച്ചിരിക്കുന്ന അരിധാമൻ പോലുള്ള അന്തർവാഹിനികൾ ഉപയോഗിച്ച് അതിശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യക്കിനി സാധിക്കും. ശത്രു രാജ്യത്തിന്റെ പ്രധാന നഗരങ്ങളെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെയും നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കാൻ ഈ ശേഷിയിലൂടെ സാധിക്കുമെന്നത് ഏതൊരു എതിരാളിയെയും ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. കൂടാതെ അരിധാമനിൽ സജ്ജീകരിച്ചിരിക്കുന്ന K4 ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ഏകദേശം 3500 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. ഇത് പാകിസ്ഥാനിലെ ഏത് കോണിലും ചൈനയുടെ പ്രധാന നഗരങ്ങളിലും ആഴക്കടലിൽ നിന്ന് നേരിട്ട് ആക്രമണം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കുന്നു. ഇത്രയും ദൂരപരിധിയുള്ള മിസൈലുകൾ വഹിക്കുന്ന ഒരു അന്തർവാഹിനി
ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്രോളിംഗ് നടത്തുന്നത് ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങൾക്കുള്ള കടുത്ത മുന്നറിയിപ്പ് തന്നെയാണ്. 7000 ടൺ ഭാരമുള്ള ഈ വലിയ സബ്മറൈൻ കൂടുതൽ ആയുധങ്ങളും അത്യാധുനിക സെൻസറുകളും വഹിക്കുന്നുണ്ട് എന്നതുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. ഇത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യയെ ഒരു നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡറായി മാറ്റുകയും അയൽ രാജ്യങ്ങളുടെ നാവിക നീക്കങ്ങളെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ അരിധാമൻ എന്ന പേരിന്റെ അർത്ഥം പോലെ തന്നെ ശത്രുക്കളെ അടിച്ചമർത്താനും ഭാരതത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുമുള്ള ഉറച്ച ചുവടുവെപ്പ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എത്രത്തോളം വളർന്നിരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ പുതിയ ആണവ അന്തർവാഹിനി. കേവലം ഒരു യുദ്ധക്കപ്പൽ എന്നതിലുപരി ഇന്ത്യ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ വിസ്മയം കൂടിയാണിത്. അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഭാഗമായി വിശാഖപട്ടണത്തെ ഷിപ്പ് ബിൽഡിംഗ് സെന്ററിൽ നിർമ്മിച്ച അരിധാമൻ വലിപ്പത്തിലും ആധുനിക സംവിധാനങ്ങളിലും മുൻഗാമികളായിട്ടുള്ള INS ഹരിയന്തനെയും INS ഹരിഘാട്ടിനെയും പിന്നിലാക്കുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞതുപോലെ 7000 ടൺ ഭാരമുള്ള ഈ ഭീമൻ മുങ്ങിക്കപ്പൽ മാസങ്ങളോളം ജലത്തിനടിയിൽ ഒളിഞ്ഞിരിക്കാൻ ശേഷിയുള്ളവയാണ്. ശത്രുക്കളുടെ ഒരു റഡാറിനും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധം നിശബ്ദനായി സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പോലും. അരിധാമനെ ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആക്കുന്നത് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന K4 ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് കേട്ടോ. 3500 കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾക്ക് ആണവ മുനകൾ വഹിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രഹരശേഷി വർദ്ധിപ്പിക്കുന്നു. അതായത് അപ്രതീക്ഷിതമായ ഒരു ആണവാക്രമണം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ പോലും സമുദ്രത്തിനടിയിൽ സുരക്ഷിതമായിരിക്കുന്ന അരിധാമന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിച്ചടി നൽകാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കഴിവ് ശത്രു രാജ്യങ്ങളെ ഏതൊരു പ്രകോപനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പര്യാപ്തവുമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ അരിധാമന്റെ സാന്നിധ്യം ഇന്ത്യയെ സഹായിക്കുക തന്നെ ചെയ്യും. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ ഇത്രയും സങ്കീർണമായ ഒരു യുദ്ധതന്ത്ര സംവിധാനം വികസിപ്പിച്ചെടുത്തതിലൂടെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പിലാണ് രാജ്യം നടത്തിയിരിക്കുന്നത്. സമുദ്രത്തിനടിയിൽ ഈ കാവൽക്കാരൻ കമ്മീഷൻ ചെയ്യപ്പെടുന്നതോടെ ഭാരതത്തിന്റെ പ്രതിരോധ കോട്ട കൂടുതൽ സുരക്ഷിതവും അജേയവുമായി മാറുമെന്നതിൽ യാതൊരുവിധ തർക്കവും വേണ്ട. വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിച്ച ഒന്നാണ് K സീരീസ് മിസൈലുകൾ. അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിനോടുള്ള ആദര സൂചകമായിട്ട് അതായത് കലാം എന്ന് പേരിട്ടിരിക്കുന്ന മിസൈൽ പരമ്പരയുടെ ഏറ്റവും കരുത്തുറ്റ കണ്ണിയാണ് INS അരിധാമനിൽ സജ്ജീകരിച്ചിരിക്കുന്ന K4. ഇതിന്റെ സാങ്കേതിക മികവും പ്രത്യേകതകളും പരിശോധിക്കുമ്പോൾ ലോകത്തിലെ തന്നെ മികച്ച മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. K4 മിസൈലിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ദൂരപരിധി തന്നെയാണ്. ഏകദേശം 3500 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ വരെ അതീവ കൃത്യതയോടെ തകർക്കാൻ ഇതിന് സാധിക്കും. പാകിസ്ഥാനിലെ ഏത് ഭാഗവും ചൈനയിലെ പ്രധാന വ്യാവസായിക നഗര കേന്ദ്രങ്ങളും ഈ മിസൈലിന്റെ പരിധിയിൽ വരുന്നതാണ്. കടലിനടിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇത്. ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ശബ്ദത്തെക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇതിന് കഴിവുമുണ്ട്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഇതൊരു രണ്ടാം ഘട്ട സോളിഡ് ഫ്യൂവൽ മിസൈൽ ആണ്. ഏകദേശം 12 മീറ്റർ നീളവും 17 ടൺ ഭാരവുമുള്ള ഈ മിസൈലിന് 2 ടൺ വരെ ഭാരമുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുണ്ട്. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇതിന്റെ നാവിഗേഷൻ സംവിധാനം ലക്ഷ്യസ്ഥാനത്ത് നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം വ്യത്യാസത്തിൽ പ്രഹരമേൽപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. സമുദ്രത്തിനടിയിലെ കടുത്ത മർദ്ദത്തെ അതിജീവിച്ച് വിക്ഷേപിക്കുക എന്നത് അതീവ സങ്കീർണമായ ഒന്നാണ്. എന്നാൽ ഇന്ത്യ അത് മികച്ച രീതിയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നത് ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനകരമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ അദൃശ്യമായ വിക്ഷേപണം തന്നെയാണ് കേട്ടോ. കരയിൽ നിന്നുള്ള മിസൈൽ വിക്ഷേപണങ്ങൾ ശത്രു രാജ്യങ്ങളുടെ റഡാറുകൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. എന്നാൽ ഒരു അന്തർവാഹിനിയിൽ നിന്ന് K4 വിക്ഷേപിക്കുമ്പോൾ ആക്രമണം എവിടെ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും ശത്രുവിന് സമയം ലഭിക്കാറില്ല. ഇതാണ് K4 മിസൈലിനെയും അത് വഹിക്കുന്ന INS അരിധാമനെയും അതിമാരകമായ ആയുധമാക്കി മാറ്റുന്നത്. നിലവിൽ ലോകത്ത് അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികൾക്ക് മാത്രമുള്ള ഈ സാങ്കേതിക തികവ് ഇന്ത്യ സ്വന്തമാക്കിയത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം തന്നെയാണ്. എന്തായാലും അരിധാമൻ കടലിലേക്ക് വരുമ്പോൾ ഇന്ത്യ കൂടുതൽ കരുത്താർജിക്കുന്നു എന്നത് ഓരോ ഭാരതീയനെ സംബന്ധിച്ചും വലിയ അഭിമാന നിമിഷം തന്നെയാണ്. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്, എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.